പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഈ ഓൺലൈൻ കാലഘട്ടത്തിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ട് എങ്ങനെ ഗൂഗിൾ സ്ലൈഡ് തയ്യാറാക്കാം എന്ന വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഗൂഗിൾ സ്ലൈഡ് നമുക്ക് രണ്ട് രീതിയിൽ ആക്സസ് ചെയ്യാൻ കഴിയും. രണ്ട് രീതിയിൽ നമുക്ക് ഗൂഗിൾ സ്ലൈഡ് തയ്യാറാക്കാൻ കഴിയും. ഇമെയിൽ ID ഉപയോഗിച്ച് തുറന്നതിന് ശേഷം അതിലുള്ള ഗൂഗിൾ സ്ലൈഡ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ഗൂഗിൾ സ്ലൈഡുകൾ തയ്യാറാക്കാൻ കഴിയും. അത് തയ്യാറാക്കുന്നത് ഫോണിലോ ടാബുകളിലോ ആണെങ്കിൽ നിർബന്ധമായിട്ടും പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ സ്ലൈഡ് നാം ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് എങ്ങനെയാണ് ഗൂഗിൾ സ്ലൈഡ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. ജസ്റ്റ് നമ്മൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ സ്ലൈഡ് എന്ന് ടൈപ്പ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ഗൂഗിൾ സ്ലൈഡ് ഗൂഗിൾ LLC എന്നുള്ളത് സാധാരണ രീതിയിൽ തുറന്നു വരും. സാധാരണ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ആൻഡ് ക്യാൻസൽ എന്നാണ് കാണുക. ഈ ഒരു ടാബിൽ അത് ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട്, ഈ ഒരു ഡിവൈസിൽ അത് ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് ഓപ്പൺ എന്നാണ് കാണുക. ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഗൂഗിൾ സ്ലൈഡിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ അത് കാണാൻ കഴിയും. അഥവാ മുമ്പ് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് ഗൂഗിൾ സ്ലൈഡിൽ എന്തെങ്കിലും പ്രസൻറ്റേഷൻ തയ്യാറാക്കിയവരാണെങ്കിൽ അവരുടെ പ്രസൻറ്റേഷൻ അതിൽ കാണാൻ കഴിയും. പുതുതായി തുറക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രസൻറ്റേഷൻ ഒന്നും അതിൽ കാണാൻ കഴിയില്ല. പുതുതായിട്ടൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെയുള്ള ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഗൂഗിൾ സ്ലൈഡിൻ്റെ ഫസ്റ്റ് പേജാണ് ഇവിടെ തുറന്നു വന്നിട്ടുള്ളത്. ഡബിൾ ടാപ്പ് ടു ആഡ് ടൈറ്റിൽ. ഇവിടെ ജസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാൻ കഴിയും. അഥവാ നമുക്ക് ഏത് സ്ലൈഡാണോ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സ്ലൈഡാണോ ഉണ്ടാക്കേണ്ടത്, ഏത് വിഷയവുമായി ബന്ധപ്പെട്ട സ്ലൈഡാണോ ഉണ്ടാക്കേണ്ടത്, അത് കൃത്യമായിട്ട് ഇവിടെ അതിൻ്റെ ഹെഡിങ് നമുക്കിവിടെ കൊടുക്കാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് ഞാൻ പോപ്പുലേഷൻ ഡേ എന്നിവിടെ കൊടുക്കുകയാണ്. പോപ്പുലേഷൻ ഡേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ലൈഡിൽ അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് പോപ്പുലേഷൻ ഡേ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് താഴെ എൻ്റെ പേര് ക്ലിക്ക് ചെയ്യണമെങ്കിൽ, എൻ്റെ പേര് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ പേര് ഇവിടെ കൊടുക്കുകയാണ്. എന്തെങ്കിലും ഒരു ഉദാഹരണമായിട്ട് എന്ത് പേര് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പേര് വേണമെങ്കിൽ നമ്മുടെ പേര് കൊടുക്കാം. അതല്ല നമ്മൾക്ക് ഏത് പേരാണോ കൊടുക്കുന്നത്, എന്നിട്ട് അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഏത് ഭാഗത്തേക്കും നമുക്ക് അഡ്ജസ്റ്റ് അലൈൻമെൻറ്റ് മാറ്റാൻ കഴിയും. ഫസ്റ്റ് വൺ റൈറ്റ് സൈഡ്, സെക്കൻഡ് വൺ അതിൻ്റെ മിഡിലേക്ക് എത്തും, തേർഡ് വൺ അതിൻ്റെ എന്താ പറയുക റൈറ്റ് സൈഡിലേക്ക്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് വെറും ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷനാണ്. ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ നമ്മൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രസൻറ്റേഷന് സത്യത്തിൽ ഒരു മാർക്കും നമുക്ക് ലഭിക്കില്ല. അപ്പോൾ പ്രസൻറ്റേഷൻ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കണമെങ്കിൽ നല്ല വൃത്തിയുള്ള തീമുകൾ വേണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇവിടെയുള്ള ഈ ഒരു 3 പോയിൻറ്റ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ചേഞ്ച് തീം എന്ന് കാണാൻ കഴിയും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. പല തരത്തിലുള്ള, ഇപ്പോൾ സിമ്പിൾ ലൈറ്റ്, അതേപോലെ സിമ്പിൾ ഡാർക്ക്, സ്ട്രീം ലൈൻ, ഫോക്കസ്, ഷിഫ്റ്റ്, മൊമെൻറ്റം, അതേപോലെ ഒരുപാട് അടിയിൽ സ്ലൈറ്റ്, കോറൽ, പോപ്പ്, ഇങ്ങനെ ധാരാളം സ്ലൈഡിൻ്റെ തീമുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ എന്താ പറയുക ഫ്രം ഗൂഗിളിൽ നിന്നാണ്. ഇൻ ദിസ് പ്രസൻറ്റേഷൻ, അതിന് ഈ പ്രസൻറ്റേഷനിൽ തന്നെ ഏതെങ്കിലും തീമുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് എടുക്കാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫ്രം ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു നല്ല മോഡൽ ഒരു സ്ലൈഡ് തീം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ തീം ഞാനൊന്ന് ക്ലിക്ക് ചെയ്തപ്പോഴേക്ക് ആ തീം മോഡലിൽ എന്ത് ചെയ്തു, ആ ഒരു പേജ് വന്നു. അപ്പോൾ പോപ്പുലേഷൻ ഡേ അനീഷ് എന്നുള്ളത്. സെക്കൻഡ് ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സെക്കൻഡ് ക്ലിക്ക് ചെയ്ത് ഏത് മോഡലിലാണ് വേണ്ടത്, അഥവാ ടൈറ്റിൽ മാത്രം വേണോ, ടൈറ്റിൽ സ്ലൈഡ്, അതേപോലെ തന്നെ സെക്ഷൻ ഹെഡർ,
ടൈറ്റിൽ ആൻഡ് ബോഡി, അതാണ് ഏതാണ് വേണ്ടത് നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഒരുപാട് സ്ലൈഡിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു ടൈറ്റിലും വേണം, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണമാണ് എനിക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ പേജ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പോപ്പുലേഷൻ ഡേ എന്നുള്ള വിഷയമാണ്. അപ്പോൾ ഞാൻ വേൾഡ് പോപ്പുലേഷൻ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്ത് വേൾഡ് പോപ്പുലേഷൻ, എന്നിട്ട് അതിൻ്റെ വിശദീകരണങ്ങൾ ഇവിടെ എനിക്ക് ഈ ഒരു സ്ലൈഡിൽ ചെയ്യാൻ കഴിയും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ 2 സ്ലൈഡ് ഞാൻ കാണിച്ചു, ഇതേപോലെ നിങ്ങൾക്ക് എത്ര സ്ലൈഡ് വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇവിടെ ഈ ഒരു പോപ്പുലേഷൻ എന്ന് നമ്മൾ എഴുതിയത് അല്ലെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്തത് നമുക്കൊന്ന് ഭംഗിയാക്കണം. ജസ്റ്റ് ഇതൊന്ന് നമ്മൾ പൂർണ്ണമായിട്ടും സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ബോൾഡ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ബോൾഡ് ആക്കുന്നു. ഇനി ഇതിന് കളറ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ കഴിയും. ഏത് രീതിയിലുള്ള കളറും നമുക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ അണ്ടർലൈൻ ചെയ്യാനുള്ളതുണ്ട്, ഇവിടെ അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഇനിയുള്ള ഓരോ ഐക്കണും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് മാറ്റാൻ, ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ, അഥവാ വിവിധ രീതിയിലുള്ള 30 ആക്കാം, അതുപോലെ 14 ആക്കാം. ഇനി അതല്ല വലിയൊരു ഹെഡിങ് ആണെങ്കിൽ ഒരു 16, 72 ഒക്കെ നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സ്ലൈഡ് എത്രയും ഭംഗിയാക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാവുന്നുവോ അതൊക്കെ ഇതിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസാണ് ഓരോ ഓപ്ഷനും തുറന്നു വരിക. കൃത്യമായിട്ട് ആ സ്ലൈഡിലുള്ള ഓരോ ഭാഗങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് തുറന്നു വരിക. കൃത്യമായിട്ട് ഡോട്ടുകൾ ഇട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്പർ നമ്പറിങ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ വിവിധ രീതിയിലുള്ള എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫോണ്ടിൻ്റെ സൈസ് മാറ്റാൻ പറ്റും, ഫോണ്ട് മാറ്റാൻ കഴിയും. പലതരത്തിലുള്ള ഫോണ്ടുകളുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ കളറുകൾ നമുക്കിവിടെ മാറ്റാൻ കഴിയും. ഇതൊക്കെ ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ ഇത് സേവ്ഡ് ആയിരിക്കും. ഇത് സേവ് ചെയ്യപ്പെടുകയും ജസ്റ്റ് നമ്മൾ ബാക്ക് അടിക്കുന്നതോടുകൂടെ ഈ ഒരു പ്രസൻറ്റേഷൻ കൃത്യമായിട്ട് നമ്മുടെ ഫോൾഡറിൽ അഥവാ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. പൂർണ്ണമായിട്ടും ഓൺലൈൻ സംവിധാനത്തിലാണ് ഓരോ സ്ലൈഡും തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇനി ഈ സ്ലൈഡിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഈ രൂപത്തിൽ നമുക്ക് ഓരോ സ്ലൈഡും തയ്യാറാക്കാവുന്നതാണ്. സ്ലൈഡിൻ്റെ 2 സ്ലൈഡ് മാത്രമാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ മോഡലിൽ നമുക്ക് സ്ലൈഡുകൾ തയ്യാറാക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഗൂഗിൾ ആപ്സിലെ ഗൂഗിൾ സ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് സ്ലൈഡുകൾ നിർമ്മിക്കാനാകും. പിന്നീട് സ്ലൈഡുകൾ നിർമ്മിക്കാനുള്ള ഒരു വഴി ഉബുണ്ടുവിലെ ഇംപ്രസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ലൈഡുകൾ നിർമ്മിക്കാം. അതുപോലെ വിൻഡോസ് ആണെങ്കിൽ അതിൽ കൃത്യമായിട്ട് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള സ്ലൈഡുകൾ നിർമ്മിക്കാവുന്നതാണ്.